നാളെ മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ ജന്മാഷ്ടമി ശ്രീകൃഷ്ണ ജയന്തി വളരെ വിപുലമായിട്ട് ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളിൽ ഏകദേശം പൂർത്തിയായി വരുന്നു. രാവിലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് PS പ്രശാന്ത് തിരിതെളിയിക്കും. അതോടുകൂടി പൊങ്കാലയ്ക്ക് ആരംഭമാവും. 11 മണി ഏകദേശം 11 മണി വരെ അഷ്ടമി പൊങ്കാല നടക്കും. അത് കഴിഞ്ഞ് വൈകിട്ട് 5 മണിക്ക് ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ കണ്ണകല്ലൂർ ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കും. ഇതുവരെ നമുക്ക് ഒരു ആനയും 3 ഫ്ലോട്ടുകളും ചെണ്ടമേളവും ആയിട്ടുണ്ട്. ശാന്താതീരത്തിൻ്റെ അടുത്ത് ES ജംഗ്ഷൻ കഴിഞ്ഞ് ശാന്താതീരത്തിൻ്റെ അടുത്ത് വരുമ്പോൾ പായസവിതരണവും അവിടെ കുറച്ച് നേരം സ്റ്റോപ്പാവും. അപ്പോൾ അവിടെ നല്ലൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അലങ്കാര ഗോപുരത്തിൽ നിന്ന് നിർമ്മാല്യ ദർശന കൂട്ടായ്മയുടെ ഒരു ഘോഷയാത്രയോടെ അവിടെ ജോയിൻ്റ് ആവും. അത് തമ്പോലവും അവിടെ വിവിധ പരിപാടികളാണ്. അവിടെ ഡാൻസ് പ്രോഗ്രാം എല്ലാം നടക്കും. അവിടുന്ന് നല്ല ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഘോഷയാത്ര ഏകദേശം 7 മണിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. അതിനു മുമ്പ് 5 മണി തൊട്ട് 5:30 ഏകദേശം 5:45 വരെ 3 ടീമിൻ്റെ തിരുവാതിരക്കളിയും കൈകൊട്ടിക്കളിയും ഉണ്ട്. അത് കഴിഞ്ഞ് ഗോപിക നൃത്തമുണ്ട്. സാധാരണ ഗുരുവായൂർ നമ്മൾ കണ്ടുവരുന്നതാണ് ഗോപിക നൃത്തം. ക്ഷേത്രത്തിൽ ഈ വർഷം നമ്മൾ ആദ്യമായിട്ടത് ഗോപിക നൃത്തം കൊണ്ടുവരികയാണ്. അതിൻ്റെ പ്രാക്ടീസ് തുടങ്ങി നാളെ ഏകദേശം 6 മണി തൊട്ട് ഒരു 6:40 വരെ മുക്കാൽ മണിക്കൂർ അല്ല 40 മിനിറ്റ് മുക്കാൽ മണിക്കൂറോളം കാണും ഗോപിക നൃത്തം കാണും. അത് കഴിഞ്ഞ് 7 മണി തൊട്ട് വയലിൻ കച്ചേരി ക്ഷേത്രത്തിനകത്ത് സരസ്വതി മണ്ഡപത്തിൽ വയലിൻ കച്ചേരി നടക്കും. 9 മണിക്ക് മേജർ സെറ്റ് കഥകളി ഭൂതനാമോക്ഷം 11:45 ആ കഥകളി അവസാനിക്കും. അതിനുശേഷം ഭഗവാന്റെ ജന്മദിന ആഘോഷങ്ങൾ നടക്കും. വളരെ വിപുലമായിട്ട് ഈ ഘോഷയാത്രയും മറ്റ് പരിപാടികളും നടക്കും. ഞങ്ങൾ ഈ കമ്മിറ്റി കഴിഞ്ഞ ഒക്ടോബർ നിലവിൽ വന്നതിന് ശേഷം വളരെയധികം വികസന പ്രവർത്തനങ്ങൾ പല ഭക്തജനങ്ങളെയും കണ്ട് അവരുടെ സ്പോൺസർഷിപ്പിൽ നടത്തി. അപ്പോൾ റീസെൻ്റായിട്ട് നടത്തിയാണ് ഈ ഗോപുരം, തെക്കേ ഗോപുരം അജിത്ത് കൃഷ്ണ കൃപ ഫൈനാൻസാണ്. ഇത് 4 ഗോപുരത്തിലും മറ്റേത് ദൂരെ നിന്ന് വരുന്നവർക്ക് ഏത് ഗോപുരമെന്ന് അറിയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇത് ഞങ്ങൾ ശരിയാക്കി. 4 ഗോപുരത്തിൽ ഇതുപോലെ ആ ഗോപുരത്തിൻ്റെ ദിശ എഴുതി വെച്ചിട്ടുണ്ട്. അത് വരുന്ന ഭക്തജനങ്ങൾക്ക് കയറി തൊഴുവാൻ എളുപ്പമാവും. അതുപോലെ മറ്റ് കുറേയേറെ കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റി. ഫ്രണ്ടിൽ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിൻ്റെ 2 സൈഡും ഒരു ഭക്തൻ നല്ല രണ്ട് ഭഗവാന്റെ പടം വരച്ചിട്ടുണ്ട്. ഇനി അകത്ത് വരയ്ക്കും. ഞങ്ങൾ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് നമ്മൾ ഓണം കഴിഞ്ഞ് ശ്രീകോവിലിൻ്റെ വെളിയിൽ ഔട്ട്സൈഡിൽ ഒരു 18 കോളമുണ്ട്. 18 കോളം. ആ കോളത്തിൽ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാനുള്ള ഐഡിയയിലാണ് ഞങ്ങൾ. അത് 6-7 പേരെ ആയിട്ടുണ്ട്. അത് നടക്കും. അത് വളരെ മനോഹരമായിരിക്കും. അതുമാത്രമല്ല, ഇന്നലെ പുതിയ മേൽശാന്തി ശങ്കർ മേൽശാന്തി വന്ന് അകമൊത്തവും പെയിൻ്റ് അടിച്ചു. പെയിൻ്റെല്ലാം വാങ്ങിക്കൊടുത്തു. അതെല്ലാം നമ്മളെ ശ്രീജിത്താണ് ആളിനാളായിട്ട് നിൽക്കുന്ന ഇവിടെ ക്ഷേത്രത്തിൽ. സ്പോൺസറെ കണ്ടുപിടിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ തന്നെ കൊല്ലത്തുനിന്ന് 2 പേരെ കൊണ്ടുവന്ന് അത് ഭംഗിയായിട്ട് ഭഗവാന്റെ ബാക്കിൽ പ്രഭ അത് ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഏകദേശം അതൊരു സ്വർണ്ണം തിളക്കം പോലായി. ഇത് വന്ന് തൊഴുവാൻ നമ്മൾ അതിന് ശേഷമല്ല നേരത്തെയും വന്ന് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ തൊഴുത് നിന്നു പോവും എന്നുള്ളതാണ്. ഭഗവാനെ കണ്ട് തൊഴുത് നിന്നു പോവും. അത്രയ്ക്ക് ആനന്ദമാണ് ഭഗവാനെ കണ്ട് തൊഴുവാൻ. ഇപ്പോൾ ഇന്നലെ ആ ഒരു പ്രഭ ശരിയാക്കിയതിന് ശേഷം കുറച്ചുകൂടി നമ്മൾ കയറി തൊഴുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജി ക്ഷേത്രത്തിൽ കിട്ടുന്നുണ്ട്. നമുക്കത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. പിന്നെ നിർമ്മാല്യ ദർശന കൂട്ടായ്മ ഇനി അവിടെ ഞങ്ങളൊരു ആ കൂട്ടായ്മയിൽ ഞാനും ശ്രീജിത്തും ഒക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ ഒരു പൂന്തോട്ടം നിർമ്മിക്കാനുള്ള പരിപാടിയിലാണ്. അതിൻ്റെ വേസ്റ്റെല്ലാം വാരി മാറ്റി വളമെല്ലാം ചേറി എല്ലാം റെഡിയാക്കി ഇട്ടേക്കാണ്. ഇച്ചിരി സമയക്കുറവുകൊണ്ടാണ് അത് അഷ്ടമി രോഹിണിക്ക് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് നടന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഓണത്തിന് മുമ്പ് ആ പൂന്തോട്ടം റെഡിയാക്കും. അത് വലിയത്തോളം കല്യാണങ്ങൾ ഒരു മണ്ഡപവും സ്പോൺസർ വന്നിട്ടുണ്ട്. ആ ഒരു മണ്ഡപവും ശരിയാക്കി നമ്മളെ അന്നദാന ഹാളിന് തെക്ക് സൈഡ് ഒരു ടെമ്പററി ഹാളുണ്ട്. അവിടെ ചുറ്റും അരഭിത്തി കെട്ടി പൂശി അത് ഇൻ്റർലോക്ക് ചെയ്യാനുള്ള അപേക്ഷ ഇവിടെ ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുണ്ട്. അത് ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അത് ദേവസ്വം ബോർഡിൻ്റെ ബോർഡ് പെർമിഷൻ കിട്ടിയാൽ മാത്രം മതി. അതും ഉടനെ തുടങ്ങും. അതുകൂടെ വരുമ്പോൾ ഈ ഇൻ്റർലോക്കും ആ ഷെഡും ശരിയായി ആ മണ്ഡപവും വന്ന് പൂന്തോട്ടോടെ വരുമ്പോൾ ഗുരുവായൂർ പോലെ 2-3 കല്യാണം ഒരു പക്ഷേ നടക്കും. അത്രത്തോളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന് ഭഗവാന്റെ ചൈതന്യം കൂടും.
അപ്പോൾ അങ്ങനെ വിവിധ പരിപാടിയാണ്. ഭക്തജനങ്ങളെല്ലാം പൊങ്കാല കഴിഞ്ഞ വർഷം ഏകദേശം 2000-ഓളം പേര് പൊങ്കാലയുടെ ഉണ്ടായിരുന്നു. പൊങ്കാലയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ ഫയർഫോഴ്സിൻ്റെയും അതുപോലെ എല്ലാ ഭക്തജനങ്ങളുടെയും മറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം എല്ലായിടത്തും കത്ത് കൊടുത്ത് അവരെല്ലാ സഹായവും ഉണ്ടാകും. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. കമ്മിറ്റി അംഗങ്ങൾ വളരെ നല്ല ഭംഗിയായിട്ട് നിങ്ങളെ പരിഗണിക്കും. ആ ഒരു നല്ല രീതിയിൽ തന്നെ നടത്തിയുടെ ഈ പൊങ്കാലയും മറ്റ് ഉത്സവാഘോഷ പരിപാടിയും അഷ്ടമിയുടെ ബാക്കിയുള്ള പരിപാടികളും വളരെ ഭംഗിയായിട്ട് ചിട്ടയോടുകൂടി നടത്തിയെടുക്കാനാണ് ഈ കമ്മിറ്റി ആഗ്രഹം. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും രാവിലെ മുതൽ പൊങ്കാലയ്ക്കും മറ്റ് പരിപാടികൾക്കും എത്തിച്ചേരണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി സെക്രട്ടറി എന്നുള്ള നിലയിൽ വെക്കുകയാണ്. വിഷയം